തുടർച്ചയായ മൂന്നാം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ ആരംഭിച്ചയുടൻ തന്നെ നോട്ടീസ് നൽകിയ വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സഭ ശാന്തമാക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കറുത്ത വസ്ത്രമണിഞ്ഞാണ് കോൺഗ്രസ് അംഗങ്ങൾ സഭയിലെത്തിയത്. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. എല്ലാ പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ചർച്ചയുടെ സമയം തീരുമാനിക്കുമെന്നും കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിൽ ഉടൻ ചർച്ച നടത്താമെന്ന് സ്പീക്കർ ഓം ബിർളയും വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സഭയ്ക്കകത്തും പുറത്തും സമരം തുടരുമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചെന്ന പരാതിയെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് എം.പി. കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മൺസൂൺ സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്കാണ് സസ്പെൻഷൻ. എംപിമാർ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ച സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിലും സ്ഥിതി സമാനമായിരുന്നു. നീറ്റ് വിഷയവും ഡൽഹിയിലെ പോലീസ് അതിക്രമവും സഭയിൽ ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഇന്ത്യ സഖ്യത്തിന്റെ പെരുമാറ്റം വളരെ നിരുത്തരവാദപരമാണെന്നും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ രാജ്യസഭയെ അറിയിച്ചു. 2 മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് വീണ്ടും പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ ചർച്ചയ്ക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. തുടർന്ന് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.